നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അയ്യോ അമ്മേ, എന്താ? ആ ഭാഗത്തല്ലേ പൈപ്പ്? ആ അതെ. കണ്ണൊന്ന് കഴുകിയാ പൊക്കോളും. അയ്യോ കണ്ണ് തിരുമല്ലേ, ചിലപ്പോ മുറിയാൻ സാധ്യതയുണ്ട്. എന്താ, എന്തു പറ്റി? കണ്ണില് പൊടി വീണതാ. ആ, ഞാൻ പനിനീരെടുത്തിട്ട് വരാം, അതിൽ കഴുകിയാ മതി. നന്നായി തുറന്നു പിടിച്ച് ഊതിയാ പൊയ്ക്കോളൂ. മോളെ, ഒന്ന് ഊതി കൊടുത്തേ. വാ ഇരിക്കെ, ഇങ്ങോട്ടിരിക്കെ. നോക്കട്ടെ. ഓക്കെ ആയോ? ഒരു മിനിറ്റ്, കണ്ണു തുറന്നേ. എന്ത് വിനീത്? വീട്ടിൽ എന്നെ പറയണടാ. സംഭവിച്ചത് വിനയ, നീ ഞങ്ങളെ വെറുതെ സംശയിക്കരുത്. ഞാൻ കണ്ടാലല്ലോ, ഞാൻ സംശയിക്കലാണോ തെറ്റ്? വിനയ, മിണ്ടരുത്, നീ മിണ്ടരുത്. ഈ പെണ്ണുങ്ങളെല്ലാം പഴയ. ഞാൻ ഇന്നും എന്റെ കണ്ണോണ്ട് കണ്ടതാ. എല്ലാം വൃത്തികെട്ട വർഗം. ഞാൻ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത്? നാശത്തിനാണ്. നീ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കും. എന്റെ ജീവിതം ഞാൻ തന്നെ നശിപ്പിക്കുന്നു അല്ലേ? അപ്പൊ നീ കാണിച്ചതൊന്നും കുഴപ്പമില്ലല്ലേ? നിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കളിക്കുന്നോ കളി എന്നോടാ? വിനയ, AC റെഡിയാക്കാൻ പോയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു വിനയ? നിങ്ങൾ ഭാര്യയ്ക്ക് AC വെച്ചു കൊടുത്തോണ്ട് എവിടെ ഇരുന്നോ? അവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കണം സാറേ. എടാ, നീ എന്തായി പറയുന്നേ? അത് പറയാൻ പോലും എനിക്ക് അറപ്പാ. എന്നാലും നിങ്ങളത് അറിയണം. നീ എന്താണ് ഈ പറയുന്നേ? വെറുതെ അനാവശ്യം പറയാൻ നീ വീട്ടിൽ പോകാൻ നോക്ക്. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നേരിട്ട് കാണുമ്പോൾ പഠിച്ചോളൂ. മോളെ, മോളെ, വീണേ, വീണേ, മോളെ. ബാലേട്ട, നിങ്ങൾ വീണേനെ ഒന്ന് വിളിച്ചു നോക്കിയേ. മോളെ, മോളെ. ഇവനെന്താ ഇതുവരെ വരാത്തത്? പാവം,
ആ കൊച്ചിനെ എത്ര നേരമായി മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു? ഞാനിവിടെ എല്ലാം നോക്കി, അതിന്റെ വേറെ താക്കോല് നോക്കിയിട്ട് കാണുന്നില്ല ബാലേട്ടാ. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് അവൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ആ പൂട്ടി ഞാൻ തല്ലിപ്പൊളിക്കും. ബാലേട്ടാ, അവൻ വന്നു തോന്നുന്നു. അല്ല, നീ എന്തു ഭാവിച്ച ഈ തോന്നിവാസമൊക്കെ കാട്ടിക്കൂട്ടുന്നേ? മര്യാദയ്ക്ക് ആ കൊച്ചിനെ തുറന്നുവിട്. എടാ എടാ, ഞാൻ നിന്നോടാ ഈ പറയുന്നേ. എന്തിനാ അവളെ തുറന്നു വിടുന്നത്? ഇനിയും വല്ലവരുടെ കൂടെ അഴിഞ്ഞാടാനാണോ? അവിടെ കിടക്കട്ടെ. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഡേയ്, ആ താക്കോലിങ് താടാ. ഇല്ല, തരില്ല. എടാ, നിന്നോട് താക്കോല് തരാനാ പറഞ്ഞേ. ഇല്ല, തരില്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ. അതെ, അതെ. ഈ വീട്ടിൽ ഇങ്ങനെ അക്രമം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ മോളെ, എഴുന്നേക്ക് മോളെ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം മോളെ. അവനിത് എന്ത് ബാധ കയറിയതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോള് വാ. മോള് വാ, മോളെ വാ. വാ. കരയാതെ വാ, വാ. വിനയേട്ടാ, നീ എന്നോട് സംസാരിക്കരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വിനയേട്ടാ? വിനയേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? തെറ്റ് ചെയ്തില്ലേ? നീ എന്നല്ല, ഈ പെണ്ണെന്ന വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. നിനക്ക് എന്താ പറ്റി മോനെ? അതെ വിനയ, എല്ലാം നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രാ. എടാ, വീണമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ടച്ച, എനിക്ക് വേണ്ടി ഇനി ആരും സംസാരിക്കണ്ട. പറ, ഇത്രയും നാള് ഞാൻ വിനയേട്ടനോട് കാണിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും എന്തെങ്കിലും വിലയുണ്ടോ? വിനയേട്ടന്റെ കണ്ണില് ഞാനൊരു ചീത്ത സ്ത്രീയാണോ? അതെ, അതെ. നിന്നോട് എനിക്ക് സംസാരിക്കേണ്ടത് പറഞ്ഞില്ലേ? നീയൊക്കെ കരഞ്ഞോണ്ട് ചിരിക്കും, ചിരിച്ചോണ്ട് കരയും. വൃത്തികെട്ട വർഗം. നിന്നെ എനിക്ക് വിശ്വാസമില്ല. മതി, ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയണ്ട. ഇന്നുവരെ ഞാൻ വിനയേട്ടനോട് കാണിച്ചത് സത്യസന്ധമായ സ്നേഹമാണ്. അത് ഞാൻ തെളിയിക്കും. മോളെ, മോളെടാ, മോളെ, 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 മോളെ വീണേ. കതക് തുറക്ക്. മോളെ, അച്ഛനെ വിളിക്കുന്നേ. മോളെ, നീ എന്തിനാ മോളെ, വാതിലടച്ചത്? മോളെ, കഥ തുറക്ക്. വാ, വാ, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. വാ, മോളെ. വാ, വാ. മോളെ, 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 അയ്യോ, മോളെ, മോളെ, മോളെ വേണ്ട, മോളെ, മോളെ ചെയ്യരുത്. മോളെ വേണ്ട, വേണ്ട, വേണ്ട. മോളെ. അയ്യോ, അങ്ങനെ മോളെ, ചെയ്യല്ലേ. നീ അങ്ങനെ ചെയ്യരുത്. മോളെ വേണ്ട, മോളെ. വേണ്ട, പറഞ്ഞേക്ക് മോളെ. വേണ്ട മോളെ. മോളെ, അയ്യോ, ഒന്നും കാണിക്കില്ല മോളെ. വേണ്ട മോളെ. മോളെ, അച്ഛൻ പറഞ്ഞ് കേക്ക് മോളെ. ചെയ്യരുത് മോളെ. മോളെ, വേണ്ട മോളെ. മോളെ, നീ ഒന്ന് പറഞ്ഞേ. നീ വേണ്ടെന്ന് പറയാ മോളെ. മോളെ ചെയ്യരുത്. മോളെ, മോളെ വേണ്ട മോളെ. വേണ്ട, വേണ്ട. മോളെ, മോളെ, മോളെ വേണ്ട. പറഞ്ഞ് കേക്ക് മോളെ. മോളെ അങ്ങനെ ചെയ്യരുത്. മോളെ, മോളെ വേണ്ട മോളെ. വേണ്ട മോളെ. മോളെ, അങ്ങനെ ചെയ്യരുത് മോളെ. മോളെ അരുത്. മോളെ, മോളെ, മോളെ വേണ്ട മോളെ. മോളെ, മോളെ അരുത്. അയ്യോ, ഒരുപാട് സ്വപ്നങ്ങളുമായി പടുത്തുയർത്തിയ ജീവിതം ഇത്ര പെട്ടെന്ന് കത്തിയമ്പരമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
എന്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു ആ തകർച്ച. പിന്നീട് കുറെ കാലം ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്കറിയില്ല. കുറച്ചെങ്കിലും മനസ്സിനെ തിരിച്ചു പിടിക്കാനായത് വീണയുടെ അച്ഛൻ എനിക്കെതിരെ കുറ്റാരോപണം നടത്തായിരുന്നുകൊണ്ട് മാത്രമാണ്.